നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചന്ദ്രലേഖ വക്കീൽ ഇപ്പൊ വരും. എനിക്ക് പേടിയാവുന്നു ചേച്ചി. ഷെടാ, നീ എന്തിനാ പേടിക്കുന്നേ? വരുന്നത് നിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ വരുന്ന വക്കീല, അല്ലാതെ നിന്നെ തോക്കിക്കൊല്ലാൻ വിധിക്കാൻ വരുന്ന ജഡ്ജി അല്ല. എന്നാലും ഓരോന്നൊക്കെ ചോദിക്കില്ലേ? ചോദിക്കും. ചോദിക്കാതെ തന്നെ നീ എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞേക്കണം. വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുതെന്നാ. നിനക്ക് ഡോക്ടറായി മാഷേട്ടനുണ്ട്, ഇപ്പോ വക്കീലായി ചന്ദ്രലേഖയും. നീന, ആ ഭാസ്കര വാര്യയുടെ ചെക്ക് കേസ് മീഡിയേഷൻ വിട്ടു. അടുത്ത മാസം 15 പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിളിച്ചു പറഞ്ഞേക്ക്. ഒരുപാട് ബഹുമാനമൊന്നും വേണ്ട. മാഡം തിരക്കിലായിരുന്നു അല്ലേ? അയ്യോ, മാഡം എന്നൊന്നും വിളിക്കണ്ട. ഒന്നുകിൽ ചന്ദ്ര അല്ലെങ്കിൽ ലേഖ, അതാ എനിക്കിഷ്ടം. പിന്നെ പൊന്നുമണി ചേച്ചിന്ന് വിളിച്ചോ, അതാ ഒരു ഇന്റിമസി. ഒരു കേസിന്റെ ഹിയറിംഗ് ഉണ്ടായിരുന്നു, കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോ വൈകി. വിവരങ്ങളൊക്കെ സിദ്ധാർത്ഥൻ പറഞ്ഞു കാണുമല്ലോ. സിദ്ധുവേട്ടനെല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് ലേഖ മതിയെന്ന് നിർബന്ധം പറഞ്ഞതും സിദ്ധാർത്ഥന. കോളേജിലെ സിദ്ധുവേട്ടൻ എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു, ഞങ്ങളുടെ സൂപ്പർ ഹീറോ. പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തില് മടിയന്. എന്റെ ഹസ്ബൻഡിനെ രക്ഷപ്പെടുത്തിയത് സിദ്ധാർത്ഥന. എല്ലാം എനിക്കറിയാം. അക്ഷര മാമിനെയും നിരഞ്ജൻ സാറിനെ കുറിച്ച് പറയുമ്പോ സിദ്ധുവേട്ടന് 100 നാവ. ഭൂമിയില് സിദ്ധുവേട്ടനെ പിടിച്ചു നിർത്തിയ ദൈവം എന്നാ പറയുന്ന. അല്ല, പൊന്നൂണി എന്താ മിണ്ടാത്ത? എനിക്ക് പതിയെ പതിയെ സംസാരിച്ചാ മതി. ഇന്ന് ആദ്യമായിട്ട് കണ്ടല്ലേ ഉള്ളൂ. തന്നെയുമല്ല, പൊന്നുമണിക്ക് പറയാനുള്ളത് സ്വന്തം ജീവിത കഥയാണെന്ന് എനിക്കറിയാം.